അപ്പച്ചൊന്ന് പെട്ടെന്ന് ഇട്ട് അപ്പച്ചി എനിക്ക് ഫസ്റ്റ് കണ്ടുപിടിച്ചോളാ. നീ ആയിരിക്കും ആദ്യമേ കാണുന്ന, പക്ഷെ പിന്നെ എന്റെ ഇരിക്കും. അത് ശമിച്ചേട്ടൻ പറഞ്ഞ ശരിയല്ല, പക്ഷെ എന്റെ ഒളിപ്പിച്ചാ ഒരു സെക്കൻഡ് ഒന്ന് ഒളിപ്പിക്കണ്ടായി. ആമി ഞാൻ കളിക്കാൻ നിൽക്കൂലേ. അപ്പച്ചി ഒരു പിന്നല്ലേ ഒളിപ്പിന്ന് ഇത്ര സമയം വേണോ? ഒന്ന് വേഗം ഒളിപ്പിക്കേ. തിരിഞ്ഞു നിന്നാ ഞാനിപ്പോ ഒളിപ്പിക്കാം. ഓക്കെ ആ തിരിഞ്ഞു നിന്നാ ഒളിപ്പിക്കാം. ആ ഒളിപ്പിച്ചാ ഇട്ടോരി. ആമി നല്ല തണുപ്പിലാ. ശംഭുവിന് അന്റാർട്ടിക്കയിലാ ഉള്ളത്. ചൂടടിക്കുകയാണ്, ഭയങ്കരമായി ചൂടടിക്കുകയാണ്. കണ്ണിന് നല്ല ചൂടടിക്കുകയാണ്. ഞാൻ എന്താ അവളെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തെന്ന് അവൻ കണ്ടുപിടിച്ചത് തന്നെ. അപ്പച്ചി ഇവൻ ജയിക്കാൻ വേണ്ടി ഇവന്റെ അപ്പച്ചി കോഴ വാങ്ങിച്ചില്ലേ? കോഴയല്ല കോഴി. ഉച്ചക്ക് ഇവൻ കഴിക്കുമ്പോ അവന്റെ ചിക്കൻ പീസ് അപ്പച്ചിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയ്യടാ ഫുള്ള് കുത്തിത്തിരിപ്പ് തന്നെ. ആ സുമയുടെ കൂടെ അല്ലേ സഹവാസം മൊത്തം. എന്താണ് സുമേഷിനെ പറ്റി ഒരു പരാമർശം? പരാമർശം എടാ പരാമർശം. എന്താ പരാമർശം? ഈ ഒന്നുമില്ല, നിന്നെ പോലെ ഒരു നല്ല മോനി വീട്ടിലില്ലാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. നിന്നെ കണ്ട് പഠിക്കണം. ചുമ്മാ ചിറ്റപ്പനാണ് ഈ വീട്ടിലെ കുത്തിരിപ്പെന്നാണ് അപ്പച്ചി പറഞ്ഞ. ഒരു കുത്തിരിപ്പിന്റെ കെട്ടിയോ മണ്ണുവാന്തി. പിള്ളേർക്ക് നില കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. എടാ വെറുതെ ഒന്നും പറഞ്ഞതല്ലത്. ഇവൻ വെറുതെ നിന്നപ്പോഴത്തേക്കും കോഴി വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. കാര്യം പറയട്ടോ. ഇനി അടുത്ത കളിക്ക് ഇമാതിരി അർജന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അല്ല എന്റെ ഇട്ടൂരി നെട്ടൂരി പിള്ളേരെ കൊടു. പിന്നെ പിള്ളേരെ കൊടു. കോഴ വാങ്ങാതെ കളിക്കണം കേട്ടോ നീ. എന്റെ അമ്മ എന്റെ കൈ അവിടെ ഇരി. എടി നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകാൻ പോകുന്നു. നിനക്ക് എന്തായാലും ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തേ? നീ ജോലിക്ക് പോകുന്നതിന് ഞാൻ എന്താ എക്സ്പ്രഷൻ ഉണ്ടായിരുന്ന? നീ എന്തെങ്കിലും വികാരമെങ്കിലും ഇട്ട് ഉറക്കം. അതല്ല അങ്ങനെ ഞാൻ ഇട്ടൂലേക്ക് പിന്നെ കളിക്കാം. എന്റെ പൊന്നു കിളി, നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ രണ്ടുപേരുമാണ് ഈ വീട്ടിൽ അധികം പറ്റ് എന്നാണ് ഈ വീട്ടിലുള്ളവർ പറയുന്നത്. എന്തായാലും നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ എന്റെ പേര് അതിന് മാറും. നീ വേണം നീ ജോലിക്ക് വെക്കോ. എനിക്കൊക്കെ ആര് ജോലി തരാനാണ് സൂമേ? എടി പെട്രോൾ പമ്പിൽ ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിനക്ക് ട്രൈ ചെയ്യാം. അയ്യടാ ഞാൻ ഇനി പെട്രോൾ അടിക്കാൻ പോവാ. എന്റെ പട്ടി പോകും. പെട്രോൾ അടിക്കാൻ അറിയാവുന്ന പട്ടികളാന്ന് ഞാൻ ജോലിക്ക് എടുക്കുമായിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട. പുന്നാരാങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്ന ജോലിയാ പെട്രോൾ. എന്റെ പൊന്നുറക്കം നിന്നെ ആ പെട്രോൾ പമ്പ് പിടിച്ചു കൊടുത്ത് എനിക്ക് കമ്മീഷൻ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് സംശയമുണ്ട് നിനക്ക് കിട്ടുമെന്ന്. എന്തൊന്നും കിട്ടുമെന്ന് എടി നിന്റെ സ്നേഹം കൊണ്ട് പറഞ്ഞാണ്. എടി ഒരു ദിവസം ഉണ്ടല്ലോ 500 രൂപ കിട്ടും. നിനക്ക് ഇഷ്ടം നിനക്ക് ബീഫും ചിക്കനും ഒക്കെ വാങ്ങിച്ചു ഉച്ചക്ക്. പിന്നെ പൊളിയാണ് പോകാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ എന്റെ ഭാഗത്തുനിന്ന് ഒരു 30 രൂപ തരാം. പൊറോട്ട മേടിക്കാം. സുമേ ആ 30 രൂപ എനിക്കിപ്പോ തരാൻ പറ്റുമോ? എന്തിനാ? പൊറോട്ട വാങ്ങി പഞ്ചസാരയുടെ കൂടെ കഴിക്കാടാ. അതാകുമ്പോ 500 രൂപയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് 500 രൂപ കിട്ടി. നമ്മൾ കഷ്ടപ്പെട്ട് ചോര വീർപ്പ് ആർന്ന ആ പൈസ കൊണ്ട് നമ്മൾ നല്ല ചൂട് പൊറോട്ടയും കുറച്ച് ബീഫ് ഫ്രൈയും കൂടെ വാങ്ങിച്ചിട്ട് ഇച്ചിരി ബീഫിന്റെ ചാറൊക്കെ വെച്ചാൽ പൊറോട്ട ഇങ്ങനെ പിടിച്ച് ഞെക്കിട്ടെ ആ ബീഫിനകത്ത് ചാറ് ഇങ്ങനെ ഇളക്കി ആ ബീഫ് ഫ്രൈ ഇങ്ങനെ എടുത്ത് കടിച്ചിട്ട് ഒരു സവാളയുടെ പീസ് എടുത്ത് വായൊക്കെ ഉണ്ടല്ലോ ഓർക്കം പെട്ടുമ്പോൾ ജോലിക്ക് പോകണോ? റെഡിയല്ല? അത് പോരാ. എന്നിട്ട് ചൂട് ചിക്കൻ ഫ്രൈ കാല് ഇങ്ങനെ നീണ്ടിരിക്കും. അതിങ്ങനെ കടിച്ചിട്ട് ഒരു പൊറോട്ട പീസ് എടുത്തിട്ട് അതിങ്ങനെ പെട്രോൾ ജോലിക്ക് പോവാം. നീ പോയിട്ട് എനിക്ക് കൊണ്ട് തന്നാ ചൂട് ബിരിയാണി ചെമ്പിനകത്തിരിക്കുന്ന 500 രൂപയ്ക്ക് 250 രൂപയ്ക്ക് ബിരിയാണി ഇട്ട് ചൂട് ചെമ്പ് ബിരിയാണി ബീഫ് വിത്ത് ചിക്കൻ. അതിങ്ങനെ കൈ കൊണ്ട് ഇളക്കി തിരുമുണ്ടല്ലോ. സലാഡ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. പെട്രോൾ ജോലിക്ക് പോവാം. നീ പോയി കഴിഞ്ഞാൽ 250 രൂപ എനിക്ക് 250. ആലോചിച്ചിട്ട് പറ. നിന്നെ നേരം കൊണ്ട് ചുമ്മാ നീ എന്റെ ബീഫും ചിക്കനും ഒന്നും എടുത്തരാം. ചേട്ടാ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ. എന്താ ഇടി കീടനാശിനെ ആ പയറിനടിക്കാനായിട്ട് ഇതിപ്പോ വർക്കാവുന്നില്ല. ആണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. സുമേഷ് നിങ്ങളുടെ അടുത്ത് വന്നു വല്ലതും പറഞ്ഞായിരുന്നു? എന്റെ അടുത്ത് 200 രൂപ വന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ തന്നെ ഇല്ലാന്നങ്ങ് തീർത്ത് പറഞ്ഞു വിട്ടു. അതിന്റെ കാര്യമല്ല, അവൻ ജോലിക്ക് പോകുന്ന കാര്യമല്ല നിങ്ങളോട് വന്ന് പറഞ്ഞു തന്നു. എന്തോ? അവൻ ജോലിക്ക് പോകുന്ന കാര്യേ. സുമേഷ് ജോലിക്ക് പോണ കാര്യം ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അത്ര കളിയാക്കൊന്നും വേണ്ട. ഇപ്രാവശ്യം ചെറുക്കൻ സീരിയസാ. ഇതുകൊണ്ട് അവൻ ഗതി പിടിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അല്ല എവിടെയാ അവന് ജോലി? അത് ഈ പെട്രോൾ കമ്പനിയിലാ. അപ്പൊ പെട്രോൾ കുഴിച്ചെടുക്കുന്ന ജോലി ആയിരിക്കും. നല്ല സാലറി കിട്ടുമല്ലോടി. പെട്രോൾ കുഴിച്ചെടുക്കുന്ന ജോലിയല്ല, പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന ജോലി. പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പമ്പിലല്ലേ? പമ്പിൽ അവന് ജോലി. അയ്യേ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനാ? നാണക്കേട്. എന്തോന്ന് നാണക്കേട്? ചെറുക്കൻ എന്തെങ്കിലും പണി ചെയ്ത് 10 രൂപ ഉണ്ടാക്കാൻ നോക്കുമ്പോ അത് സപ്പോർട്ട് ചെയ്യേണ്ട നാണക്കേടോ? ആർക്ക്? എടി എന്നാലും നീ ഒന്ന് ആലോചിച്ച് നോക്ക്.
ഒരു റിട്ടയർഡ് എയർ മാർഷലിന്റെയും എയർ ഹോസ്റ്റസിന്റെ മകൻ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാന്നൊക്കെ പറഞ്ഞ കുടുംബത്തിന് നാണക്കേടാണ് അതൊക്കെ. ആര് എയർ മാർഷൽ? നിങ്ങളുടെ കാര്യമാണോ? നിങ്ങൾ എയർ മാർഷൽ അല്ല, പയറു മാർഷൽ. പയറ് നടുന്നു പറിക്കുന്നു, പയറ് നടുന്നു പറിക്കുന്നു, ഇതല്ലേ നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ജോലി? അല്ല, ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞത് പോയിന്റ്. ഞാൻ ഇന്ന ജോലിയാ ചെയ്യുന്നതെന്നുള്ള സത്യസന്ധമായ കാര്യം പറഞ്ഞ് ജീവിക്കാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ ജോലി മാറ്റി നുണയും പറഞ്ഞ് ജീവിതകാലം മുഴുവനെ നാട്ടുകാരുടെ വീട്ടുകാരുടെ നുണയും പറഞ്ഞ് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. നീ ചുമ്മാ അതും ഇതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ അത്തോട്ട് കയറിപ്പോ. എടി, ഇത് കീടനാശിനിയാ, ഇതൊന്നും നിനക്ക് പിടിക്കൂല. എന്തോ ഒരു സ്നേഹം. പയർ മാർഷൽ ഒന്നും പറയാൻ കിട്ടിയില്ല അവള്.